നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാമതും ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് അനധികൃതമായി കുടിയേറിയവരെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനം എത്തിയിരിക്കുകയാണ്. ഇത്തവണയും പതിവ് പോലെ ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത് കയ്യിലും കാലിലും വിലങ്ങിട്ട് തന്നെയാണ്. 10 ദിവസം മുമ്പെത്തിയ ആദ്യ വിമാനത്തിൽ ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങിട്ട് കൊണ്ടുവന്നതിൽ കടുത്ത പ്രതിഷേധമുയർന്നിട്ടും ഇത്തവണയും അതുപോലെ തന്നെയായിരുന്നു. ഇവരെ ഇന്ത്യയിലെത്തിച്ചതിന് ശേഷമാണ് വിലങ്ങുകളും ചങ്ങലകളും അഴിച്ചു മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിമർശനം ഉയർന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരുണ്ടായിരുന്നു, എന്നാൽ അതിനെ അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വരുന്നവരുണ്ടായിരുന്നു. കാരണം മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ആളുകളെ കയറ്റി അയക്കുമ്പോൾ അവരോടും ഇതേ രീതി തന്നെയായിരുന്നു അമേരിക്ക പിന്തുടർന്നിരുന്നത്. കാരണം അവരിൽ കൂടുതലും ക്രിമിനൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൈവിലങ്ങ് വെച്ചും കാൽവിലങ്ങും വെച്ചും അവരുടെ രാജ്യത്ത് കൊണ്ടിറക്കിയത് എന്നായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നത്. ഇന്ത്യക്കാരെ ഇത്തരത്തിൽ വിലങ്ങണിയിച്ച് ബന്ധിച്ചു കൊണ്ടുവരുന്നതിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന സമയത്താണ് ഇന്ത്യക്കാരുമായുള്ള വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യക്കാരെ അമൃത്സർ വിമാനത്താവളത്തിലെത്തിച്ചത്. ഇന്ത്യക്കാരെ ബന്ധിച്ചു കൊണ്ടുവരുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കാരെ കയ്യിൽ വിലങ്ങണിയിച്ച് എത്തിച്ചത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നിരുന്നു. രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ കുടിയേറ്റക്കാരോട് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. വിഷയത്തിൽ ഇന്ത്യക്കാരെ മോശക്കാരാക്കി കൊണ്ടുവരാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. കൈകാലുകൾ ബന്ധിച്ചിരുന്നെന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തുകയാണെന്ന് അറിയിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിറങ്ങിയിട്ടുള്ള പഞ്ചാബ് സ്വദേശിയായ മൻദീപ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഫെബ്രുവരി 5-ന് എത്തിയവരെ പോലെ കൈകളിൽ വിലങ്ങണിയിച്ചു, കാലുകൾ ചങ്ങലക്കിട്ടാണ് നാട്ടിലെത്തിച്ചത്. മാത്രമല്ല, ഇത്തവണ വന്നവരിൽ അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച് പിടിയിലായതിനെ തുടർന്ന് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരിൽ 2 പേർ കൊലപാതക കേസിലെ ക്രിമിനലുകളാണ്. അവരെ ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇതുപോലെ കയറ്റി അയക്കുന്ന സമയത്ത് അവരിലും ക്രിമിനൽസ് ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പ് അമേരിക്ക നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള 2 പേർ ക്രിമിനലുകളാണ്. കൊലപാതക കേസിൽ ഇവിടെ നിന്ന് അവർ ഒളിച്ചോടിയതാണ്. ശനിയാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ C-17 സൈനിക വിമാനത്തിൽ എത്തിച്ച 116 പേരിൽ പട്യാല ജില്ലയിലെ രാജ്പൂരിൽ നിന്നുള്ള 2 യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. 2023-ൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ പ്രതികളായ സണ്ണി എന്ന സന്ദീപ് സിംഗ്, പ്രദീപ് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തതായി സീനിയർ പോലീസ് സൂപ്രണ്ട് നാനക് സിംഗിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്പുര പോലീസ് സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച അമൃത്സർ വിമാനത്താവളത്തിലെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. നാടുകടത്തപ്പെട്ട് അമൃത്സറിലെത്തുന്ന ഇന്ത്യക്കാരിൽ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൃത്യമായ ജാഗ്രതയോടെ നടത്തിയ ഇടപെടലിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് വ്യക്തമാക്കി. 2023 ജൂണിലാണ് സന്ദീപിനും മറ്റ് 4 പേർക്കുമെതിരെ രാജ്പുര പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ സന്ദീപിനും കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമാവുകയും FIRൽ പേര് ചേർക്കുമായിരുന്നു. ശനിയാഴ്ച രാത്രി 11:40ഓടെയാണ് അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഇന്ത്യക്കാരെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. കൈവിലങ്ങണിയിച്ചും കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചുമാണ് ഇത്തവണയും അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് വിവരം. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഗോവ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ ആഴ്ച തന്നെ 3 വിമാനങ്ങളിലായി കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് വിവരം. വളരെ വൈകാരികമായിട്ടാണ് വന്നിട്ടുള്ള പലരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 66 മണിക്കൂർ നരകം പോലെയായിരുന്നു. പക്ഷേ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ആർക്കും സാധിക്കില്ല. തിരിച്ചയക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ. പലരും വിഷാദത്തിലായിരുന്നു, നിരാശയിലും നഷ്ടബോധത്തിലുമായിരുന്നു. കരഞ്ഞുകൊണ്ട് അസാധാരണമായാണ് പലരും വിമാനത്താവളത്തിൽ പെരുമാറിയത്. എല്ലാവർക്കും US-ൽ മികച്ചൊരു ഭാവിയായിരുന്നു സ്വപ്നം. ഒരു വിദേശ രാജ്യത്ത് പിടിക്കപ്പെടുന്നു, തടങ്കലിൽ വെക്കുന്നു, ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇത് മാനസികമായി ബാധിക്കുമെന്നാണ് അതിലൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തിരിച്ചെത്തിയവർക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് നൽകിയത്. 15 ദിവസം പല്ല് തേക്കുകയോ കുളിക്കുകയോ ചെയ്തിട്ടില്ല. ആകെ തകർന്ന നിലയിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്.
നാടുകടത്തപ്പെട്ടവരുടെ രണ്ടാമത്തെ ബാച്ചിൽ പഞ്ചാബിൽ നിന്നുള്ള 65 പേരും ഹരിയാനയിൽ നിന്നുള്ള 33 പേരും ഗുജറാത്തിൽ നിന്നുള്ള 8 പേരും ഉത്തർപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേർ വീതവും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയും ഉൾപ്പെടുന്നു. ഇവരിൽ ഭൂരിഭാഗവും 18നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ്. പഞ്ചാബ്, ഹരിയാന സർക്കാരുകൾ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടുകടത്തപ്പെട്ടവർക്കായി പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം 157 നാടുകടത്തപ്പെട്ടവരുമായി മൂന്നാമത്തെ വിമാനം ഇന്ന് അമൃത്സറിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും എത്തിച്ചേരുന്ന സമയത്തെക്കുറിച്ച് ഉടനടി വിവരങ്ങളൊന്നുമില്ല. 13 കുട്ടികളടക്കം 104 പേരെ വഹിച്ചുകൊണ്ട് ഫെബ്രുവരി 5-ന് അമൃത്സറിൽ എത്തിയ ആദ്യ US വിമാനം ജനുവരി 20-ന് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ രേഖകളില്ലാത്ത വിദേശികൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച വൻതോതിലുള്ള നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച ആദ്യ സംഭവമായി ഇത് അടയാളപ്പെടുത്തിയിരുന്നു. മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഇത് തുടരുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് 2 സൈനിക വിമാനമാണ് എത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ സൈനിക വിമാനവും ഉടൻ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല.